ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ പച്ചക്കപ്പം കൊണ്ട് തോരനാട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ഒരു ഈസി തോരൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് അതുപോലെ ഒരു കപ്പങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്താട്ടോ എടുത്തിരിക്കുന്നത്. ഗ്രേറ്റ് ചെയ്യാനുള്ള ചോപ്പ് ചെയ്തിട്ടാണെങ്കിലും എടുക്കാം കേട്ടോ. എന്തായാലും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ. എന്നിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, ചെറിയ ഉള്ളി, ഒരു 5-6 ചെറിയ ഉള്ളി അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും എടുക്കുന്നില്ല. എന്നിട്ട് ഈ തേങ്ങയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നമ്മൾ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അതായത് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം കേട്ടോ നമ്മൾ ഇത് ചതച്ചെടുക്കാനായിട്ട്. ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം യോജിപ്പിക്കണം കേട്ടോ. പിന്നെ നമ്മൾ അരച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ഒരു ചമ്മന്തിയാക്കി എടുക്കുക കേട്ടോ. വേറെ ഒന്നും വേണ്ട, അതിനകത്ത് പുളി ഒന്നും വേണ്ട. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിന്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് കപ്പങ്ങ തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇനി ചെയ്യേണ്ടത്, ഇനി ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക. ഏതാണോ ചട്ടി, ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കുക. അത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക, 2 വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക, ഉള്ളി ഇടുക. ഉള്ളി എടുത്തതിൻ്റെ ഒരു 2-3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അരിഞ്ഞ് ഇതുപോലെ താളിക്കാനായിട്ട്. എന്നിട്ട് ബാക്കിയാണ് ഞാൻ അരയ്ക്കാനെടുത്തത്, ചതച്ചെടുക്കാനെടുത്തത്. എന്നിട്ട് ഉള്ളി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കപ്പങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അത് പിന്നെ ഞാൻ മിക്സ് ചെയ്യാനൊന്നും പോയിട്ടില്ല, അങ്ങനെ വെച്ച്. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ നമുക്കിത് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ, ഈ ജീരകത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ. അപ്പോൾ നമ്മുടെ കപ്പങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു തോരനാട്ടോ ഇത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക്